നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത്. പുതിയ പുറത്താക്കൽ നടപടി ഒക്ടോബർ മാസം മുതലൊക്കെ തുടങ്ങുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നു. അപ്പോൾ 5 കാര്യങ്ങൾ എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ മുൻപ് ഉണ്ടായിരുന്നു. കാരണം തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യത്തില്ലാത്തതിൻ്റെ പേരിൽ സർക്കാരിന് വരെ കോടതി കയറേണ്ട സാഹചര്യം ഉണ്ടായി. പലതരത്തിലും തുക കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു രീതിയിലേക്കായിരുന്നു സർക്കാർ മുൻപ് പോയത്. മാത്രമല്ല, ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെയും ഒക്കെ തുക സംസ്ഥാന സർക്കാർ അതിനുശേഷം വിതരണം ചെയ്യുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ പുതിയ നടപടികൾ, കാരണം ഈ ഒരു തുക കൂടുതലായിട്ട് വിതരണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അനർഹരായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് ഈ ഒരു തുക എത്തരുത് എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പുതിയ നടപടികളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പുതിയ 5ഓളം നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പുറത്താക്കുന്ന നടപടി തന്നെ. അപ്പോൾ ഒക്ടോബർ മാസം മുതലൊക്കെയാണ് ഇതിൻ്റെ ഒരു ആരംഭം ഉണ്ടാവുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആരും തന്നെ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീട്, AC ഒക്കെ വെച്ചിട്ടുള്ള വീടുകൾ ഉണ്ടാകല്ല എന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1-ൽ കൂടുതൽ വീടുകൾ കാണരുത് എന്നുള്ള അറിയിപ്പ്. വരുമാന പരിധിയുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനമുള്ള ആളുകൾക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിന് അർഹതയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് മുൻപ് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള ഒരു സാവകാശം നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇനിയുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു തുക തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. കൂടാതെ തന്നെ 4 ചക്ര വാഹനങ്ങൾ ഉള്ള ആളുകൾ, അതായത് നമ്മുടെ ഉപജീവന മാർഗത്തിനല്ലാതെ 4 ചക്ര വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൂടാതെ തന്നെ ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ടും ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന, വാർദ്ധക്യത്തിലൊക്കെ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുണ്ട്. അവർക്കും ഈ ഒരു ആനുകൂല്യം ഇനി അങ്ങോട്ട് ലഭിക്കുകയില്ല. ഈ AC ഉള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നടപടി നേരിടേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് അവർ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം കൂടി, മറ്റേതെങ്കിലും പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്കെല്ലാവർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കില്ല. ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ചില ആളുകൾക്ക് 600 രൂപ വരെയൊക്കെ പെൻഷൻ ലഭിക്കും, അതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കും. പക്ഷേ മറ്റ് ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിലാണ് ഇത് ബാധകമായിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെയാണ് വീടുകളിലെത്തി ഭൗതിക സാഹചര്യം, അതായത് വീട്ടിലെ അവസ്ഥ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്, സ്ഥലമുണ്ട്, വീടുണ്ട്, അത്യാവശ്യം കൃഷിഭൂമിയിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നു, അല്ലെങ്കിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങാനുള്ള അർഹതയില്ല. അതുപോലെ തന്നെ മുൻപ് മസ്റ്ററിങ് ചെയ്യുന്ന ഒരു സാഹചര്യം പറഞ്ഞായിരുന്നു. മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഒരു ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ, അതിനുശേഷം ഈ ഒരു തുക മരണപ്പെട്ട് കഴിഞ്ഞും ഇത് വീട്ടിലുള്ള മറ്റുള്ള ആരെങ്കിലും കൈപ്പറ്റുന്നുണ്ടോ എന്നറിയുന്നതിനുള്ള പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ നടപടിക്രമങ്ങളൊക്കെയാണ് ക്ഷേമ പെൻഷനൊക്കെയായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ ഇതിൻ്റെ ഈ ഒക്ടോബർ മാസം മുതൽ തന്നെ ഇത് നടപടി തുടങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പൊതുജനങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വലിയ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ഒരു